ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം മാർക്കറ്റ് ഒരു ബുൾ റാലി കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കണ്ടത് അല്ലേ. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റി ലെവൽസ് ഒന്ന് നോക്കിയ ശേഷം ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ടോപ്പ് ലൂസേഴ്സ് നമുക്ക് പരിശോധിക്കാം. ആൻഡ് നമുക്ക് റിക്വസ്റ്റ് ഉള്ള ഒരു ചാർട്ട് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം ഇന്ന് രാവിലെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് തന്നു. ഗ്യാപ്പ് അപ്പ് ചെയ്ത് 15 മിനിറ്റിന് ശേഷം ചെറിയൊരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ കാണിച്ചിരുന്നു. ആൻഡ് അടുത്ത 15 മിനിറ്റിൽ ആ സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് അബ്സോർവ് ചെയ്തു. ശേഷം മാർക്കറ്റ് അപ്സൈഡ് പോവുകയാണ് ചെയ്തത്. സോ ഇനി നമുക്ക് എന്താണ് മാർക്കറ്റ് പ്രതീക്ഷിക്കാവുന്നതെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഡേ ഹൈ ഈ ഒരു സോൺ അടിക്കും. അടുത്ത ഇനി ഒരു സെല്ലിംഗ് പ്രഷർ നേടുന്ന മാർക്കറ്റിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഹൈ, അല്ലെങ്കിൽ അവിടെ ഓൾറെഡി ഒരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ ഒരു വിക്കുള്ള ക്യാൻഡിൽ നമുക്ക് മുന്നത്തെ ഭാഗങ്ങൾ കാണാം. അല്ലെങ്കിൽ ഈ ഭാഗത്ത് നോക്കിയാൽ കാണാം ഒരു വിക്ക് ഇവിടെ വിസിബിൾ അല്ലേ. അപ്പോൾ ആ ഒരു വിക്ക് ഏരിയയിൽ മാർക്കറ്റ് സപ്ലൈ ഉണ്ടെന്നാണ് ഇന്നത്തെ ഒരു പ്രൈസ് ആക്ഷൻ തന്നെ സൂചിപ്പിക്കുന്നത്. സോ മാർക്കറ്റ് 2 ഡിമാൻഡ് ഏരിയാസ് ഇപ്പം തന്നെ ആയിക്കഴിഞ്ഞു. ഏതായിരിക്കും ഡിമാൻഡ് ഏരിയാസിൽ ഒന്ന് ഈ ഏരിയ ആണ് ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ടായിരിക്കുന്നത്. സോ ഈ ഏരിയയിൽ മാർക്കറ്റ് ഒരു ഡിമാൻഡ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ആ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഗ്യാപ്പ് വന്ന ആ ഒരു സോൺ ആൻഡ് ഇന്നലത്തെ ആ ഒരു ഡേ ഹൈ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് വന്ന ഏരിയയുടെ ആ ഒരു ഭാഗവും മാർക്കറ്റിൽ ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അൾട്ടിമേറ്റ്ലി 26,889 എന്നുള്ള ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ബീഹാറിന്റെ ഇലക്ഷൻ റിസൾട്ട് വന്ന ശേഷം ഇപ്പോൾ അതിന്റെ മൂവ്മെന്റ്സ്, അതിന്റെ ഒരു ഫോളോ മൂവ്മെന്റ്സും ഉണ്ടാവും. സോ ബീഹാർ ഇലക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോളറ്റിലിറ്റിക്ക് അപ്പുറം നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു സ്ഥിരത നിർണ്ണയിക്കുന്ന ഇലക്ഷൻ കൂടി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കുറച്ച് എന്താ പറയുക കെയർഫുൾ ആയിട്ട് നമ്മൾ നാളെയും മറ്റന്നാളും റിസൾട്ട് വരുന്നവരെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, റിസൾട്ട് വന്ന ശേഷം നമുക്കറിയാം ഒരു മിക്കവാറും ഞാനിവിടെ കാണുന്നത് ഈ ഒരു ഹൈയിലേക്ക് മാർക്കറ്റ് എത്തുമെന്നാണ്. ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി മാർക്കറ്റിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആൻഡ് ബാങ്ക് നിഫ്റ്റി കൂടെ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് സപ്ലൈ അടിച്ചു. എവിടെയാണ് സപ്ലൈ അടിച്ചത്? ഗ്യാപ്പ് അപ്പിന് ശേഷം ഈ ഒരു ഹൈയിലാണ് അല്ലെ. മാർക്കറ്റ് റീസെന്റ് ആയിട്ട് തന്ന ആ ഒരു ഹൈയിൽ ബാങ്ക് നിഫ്റ്റി സപ്ലൈ അടിച്ചു. സോ അതൊരു പോസിബിളി ഒരു കറക്റ്റ് മൂവ്മെന്റ് ആണ്. ഒരു സപ്ലൈ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. ആൻഡ് മാർക്കറ്റ് ഈ ഒരു നമ്മളിന്ന് രാവിലെ സംസാരിച്ച ആ ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുകയാണ്. സോ ഇനി മാർക്കറ്റിൽ എന്ത് സംഭവിക്കാൻ ചോദിച്ചാൽ താഴെ നമ്മൾ ഡിമാൻഡ് ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഡിമാൻഡ് ഏരിയയിൽ മേ ബി നാളത്തെ ദിവസം വന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലാത്ത പക്ഷം വീണ്ടും ഈ ഒരു ഓർഡേഴ്സ് ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും മിറ്റിഗേറ്റ് ചെയ്ത് ഒരു റൗണ്ടും കൂടെ സെല്ലിംഗ് പ്രഷർ നേടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയിലായാലും വളരെ വലിയ മൂവ്മെന്റ്സ് നമ്മൾ പ്രതീക്ഷിക്കാൻ പോകുന്നത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത ശേഷമായിരിക്കും. 58,600 മുകളിൽ ക്ലോസിംഗ് കിട്ടിയാൽ നമുക്ക് വലിയ മൂവ്മെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ നമുക്ക് ബാക്കി നാളെ കുറച്ചും കൂടെ ന്യൂസസ് കിട്ടും. അതിനുശേഷം നമുക്ക് ഇൻഡെക്സിലെ കുറച്ചും കൂടെ ഇൻട്രാഡേ ലെവൽസ് നാളെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ടോപ്പ് ലൂസേഴ്സ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് അദാനി ENT, ഏഷ്യൻ പെയിന്റ്സ്, ടെക് മഹീന്ദ്ര, TCS ആൻഡ് HDFC ലൈഫ് ഇന്ന് എന്താണ് ടോപ്പ് ഗെയിനേഴ്സ് വന്നിട്ടുണ്ട്. സോ ആൻഡ് ഏഷ്യൻ പെയിന്റ്സ് റിസൾട്ട് വന്നതിന്റെ ഭാഗമായിട്ട് നല്ല മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ടോപ്പ് ലൂസേഴ്സിൽ വന്നിരിക്കുന്ന ടാറ്റ സ്റ്റീൽ, TMPV ആൻഡ് ടാറ്റ മോട്ടോഴ്സ് എന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാം, ശ്രീറാം ഫിനാൻസ് ആൻഡ് JSW സ്റ്റീൽ ആൻഡ് BEL എന്നാണ് ഇന്നത്തെ സെല്ലിംഗ് പ്രഷർ നേരിട്ട സ്റ്റോക്സ്. സോ അതൊരു പ്രോബബ്ലി BEL ഒക്കെ നല്ല കണ്ടീഷനിലാണ്. മേ ബി ഒരു ചെറിയൊരു പോസ് ആയിരിക്കാം. ഓക്കെ, സോ അപ്പം ഏഷ്യൻ പെയിന്റ്സ് നമ്മൾ ഹോൾഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏഷ്യൻ പെയിന്റ്സിന്റെ കാര്യം. ആൻഡ് നമുക്കിന്നൊരു ചാർട്ട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അത് നമുക്കൊന്ന് പരിശോധിക്കാം. ചാർട്ട് റിക്വസ്റ്റ് ബേസിക്കലി ഉണ്ടായിരുന്നത് NSTL ആണ്. അപ്പോൾ NSTLന്റെ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. NSTLന്റെ ചാർട്ട് നമുക്ക് എല്ലാം ഒന്ന് പരിശോധിക്കാം. സോ ഞാൻ ഇവിടെ NSTL 1 മന്ത് ചാർട്ട് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം IPO സ്റ്റോക്കാണ്. ആൻഡ് IPO ഹൈ എന്ന് പറയുന്നത് എത്രയാണ്? 1424 എന്നുള്ള റേഞ്ചാണ് IPO ഹൈ എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഒരു സപ്ലൈ എടുത്ത് താഴെ വരികയാണ് അല്ലെ. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. ആൻഡ് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ നിങ്ങളൊന്ന് നോക്കിയേ. മാർക്കറ്റ് എന്താ പറയുക ഒരു ഡിമാൻഡ് എടുക്കാൻ പോസിബിലിറ്റി ഉണ്ടായിരുന്ന ഈ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് എന്താണ് ചെയ്തത്? ഒരു 1444 എന്നുള്ള റേഞ്ചിൽ മാർക്കറ്റ് വീണ്ടും വന്നു. സോ ഈ IPO ലോയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നില്ല. മാർക്കറ്റ് ഇന്ന് തന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈയിങ് പ്രഷർ NSTL തന്നിട്ടുണ്ട്. സോ NSTL നമുക്ക് ഇനി നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ടത് ഈ ഹൈ 1160 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഏരിയ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വീണ്ടും ഒരു ഹൈ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്കിവിടെ ട്രെൻഡ് ലൈൻ വരയ്ക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സോ NSTL ലൈറ്റ്ലി ഒരു ട്രെൻഡ് ലൈൻ വേണമെങ്കിൽ നമുക്കിവിടെ വരയ്ക്കാം. ആൻഡ് ഈ ഒരു ഏരിയയിൽ എന്തായാലും റെസിസ്റ്റൻസ് നേരിടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. ആൻഡ് ഇന്നത്തെ ബൈയിങ് ക്യാൻഡിൽ ഓക്കെയാണ്, നല്ലൊരു ബൈയിങ് ക്യാൻഡിലാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. സോ ബേസിക്കലി നമുക്ക് നോക്കാം
വോളിയം കൂടെ നോക്കുകയാണെങ്കിൽ വോളിയം വലിയ വോളിയം ഒന്നുമില്ല, ബട്ട് ബൈയിങ് ക്യാൻഡിൽ സ്ട്രെങ്ത് ഉണ്ട്. ഇത്രയും ദിവസത്തെ വോളിയം നോക്കുമ്പോൾ ബൈയിങ് ക്യാൻഡിലിന് ഒരു സ്ട്രെങ്ത് ഉണ്ട്. സോ 1160 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി നോക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ റിസ്ക്കിയാണ്. കാര്യം ലോവർ ഹലോ തരാനുള്ള ഒരു ശ്രമം മാർക്കറ്റ് നടത്തുന്നുണ്ട്. സോ ഈ ഒരു ഏരിയ അടുത്തൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1040 ഇപ്പോൾ നിലവിൽ ഇനിയുള്ള ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. കാര്യം മാർക്കറ്റ് ഇന്ന് തന്ന ആ ഒരു ബൈയിങ് ക്യാൻഡിലിന്റെ ഭാഗമായി നമ്മൾ ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, സോ ഈ ഒരു സപ്പോർട്ട് 1040 ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൈ മൊമെന്റ്സ് ഇനി പ്രതീക്ഷിക്കാം NSDL. ഓക്കെ, സോ ഇത് ടെക്നിക്കലി നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടിട്ടല്ല, മറിച്ച് ചാർട്ടിൽ നമ്മൾ എന്ത് കാണുന്നു അതാണ് നമ്മൾ റീഡ് ചെയ്ത് പറയുന്നത്. സോ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ IPO ലോ ആയ ഈ 867 വരാം. സോ 867. ഓക്കെ, സോ മറിച്ച് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡ് മൊമെന്റോ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും സ്റ്റോക്സ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമുക്ക് നാളത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നാളെ കൂടുതൽ സ്റ്റോക്സും ന്യൂസസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും രാവിലെ. അപ്പോൾ താങ്ക് യു.